ഈ വളവുകൾ, കയറ്റങ്ങൾ നിഗൂഢതയിലേക്കല്ല, വയനാടൻ കുളിർമയിലേക്ക്, പരസ്പര വിശ്വാസത്തിൻ്റെ, നിരന്തര അധ്വാനത്തിൻ്റെ, തികഞ്ഞ രാഷ്ട്രീയ മാന്യതയുടെ, കർഷക സംഗീതത്തിൻ്റെ ഒരു നല്ല നാട്ടിലേക്ക്. വയനാട് മുസ്ലിം ഓർഫനേജിൻ്റെ 17ാമത് സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിലേക്ക് സ്വാഗതം. WMOയോട് ചേർന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഇതൊരു പൊൻസുദിനം. പ്രവേശന കവാടത്തിൽ പനിനീർ തളിച്ച് മധുരം നൽകി ഹൃദ്യമായ പുഞ്ചിരിയോടെ ഹൃദയം തുറന്ന് സ്വാഗതമരുളുന്ന പ്രവർത്തകർ. പതിനേഴാമത്തെ വർഷവും ഈ ഓർഫനേജിൻ്റെ വിശാലമായ അങ്കണത്തിലെ മൺതരികൾ മഹാസംഗമത്തിൻ്റെ സാക്ഷികളായതിൻ്റെ നിർവൃതിയിലാണ്. 17ാമത് സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിൻ്റെ ഭാഗമാവാൻ വയനാടിൻ്റെ 4 ദിക്കുകളിലെ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്നും ചെറു സംഘങ്ങളായി ജനമൊഴുകി തുടങ്ങിയിരിക്കുന്നു. വധൂവരന്മാരുടെ സംഘങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, വിശിഷ്ടാതിഥികൾ. ജാതിമതഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങൾ, വാഹനങ്ങളുടെ നീണ്ട നിരകൾ, നാലുപാടു നിന്നും കാൽനടയായി എത്തുന്നവർ. എല്ലാ മുഖങ്ങളിലും സന്തോഷം, എങ്ങും ഉത്സവത്തിമർപ്പ്. എങ്ങനെ ആനന്ദിക്കാതിരിക്കും ഇന്നീ അങ്കണത്തിൽ? വയനാടിൻ്റെ വിവിധ പ്രവിശ്യകളിലെ 23 യുവതീ യുവാക്കൾ കുടുംബജീവിതത്തിൻ്റെ മഹനീയതയിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. 23 വിവാഹങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾ. വധുക്കൾക്ക് 5 പവൻ സ്വർണം. വിവാഹവസ്ത്രം. 1000 സുമനസ്സുകളുടെ അനുഗ്രഹാശിസ്സുകൾ. വയനാട് മുസ്ലിം ഓർഫനേജിൻ്റെ തിരുമുറ്റത്ത് ഗുരുസ്ഥാനീയർ, മതപണ്ഡിതർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, മറ്റ് സമുന്നത വ്യക്തിത്വങ്ങൾക്ക് ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ സ്വീകരണം. സ്ത്രീധനമെന്ന ദുഷിച്ച പ്രവണതകൾക്കെതിരെ ശക്തമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന ബോധ്യമാണ് സ്ത്രീധനരഹിത വിവാഹത്തിന് തുടക്കം കുറിച്ചത്. ആ തുടക്കം അനാഥരെ സനാഥരാക്കി. പരസ്പരാശ്രയ ലോകത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് തണലായി. ജീവിതത്തിൻ്റെ നീൾയാത്രയിൽ അവരന്യോന്യം ഊന്നുവടിയായി, സൗഹൃദത്തിൻ്റെ കൂടൊരുക്കി. ഇതിനെല്ലാം തുണയായത് നിസ്വാർത്ഥ സേവനം മുഖമുദ്രയാക്കി 1967 സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫലി തങ്ങളും ഒരു പറ്റം മനുഷ്യസ്നേഹികളും ചേർന്ന് വയനാട് മുസ്ലിം ഓർഫനേജിന് രൂപം നൽകി. എല്ലാവരും വന്നു കഴിഞ്ഞു. വധൂവരന്മാർ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ഈ സുദിനത്തിലെ ആകർഷക കേന്ദ്രം ഇവരാണ്, ഈ രാജകുമാരന്മാരും രാജകുമാരികളും. സന്തോഷഗാനങ്ങളാൽ, സ്വാഗതമൊഴികളാൽ, പരിചിത ഗന്ധങ്ങളാൽ WMO മുറ്റം നിറപ്പകിട്ടോടെ നിൽക്കുന്നു. പുതിയ കുടുംബത്തിൻ്റെ കതിരുകൾ വിരിയാൻ നേരമായി. അതിവിശിഷ്ടനായ അതിഥിയെ, പടച്ച തമ്പുരാനെ,
നമുക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യാം. അദൃശ്യ സാന്നിധ്യമായ ആ നന്മയെ നമുക്ക് ഹൃദയത്തിലേറ്റി ഈ ദമ്പതിമാരെ ആശീർവദിക്കാം. സുമുഹൂർത്തമായി സ്വസ്തി. ഇനി അവർ തനിച്ചല്ല. ഇനി മുതൽ മരണം വരെ ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും വേനലിലും മഴയിലും തണലേകി തുണയേകി സ്നേഹത്തിലും വിശ്വസ്തതയിലും ഒന്നിച്ചു ജീവിക്കാമെന്ന വാഗ്ദാനം കൈക്കൊള്ളുന്നു. വെള്ളവസ്ത്രത്തിൻ്റെ തെളിമയിൽ, അത്തറിൻ്റെ സൗഗന്ധികത്തിൽ പ്രത്യേക ഇരിപ്പിടങ്ങളിൽ സന്നിഹിതരായിരിക്കുന്നു. വേദിയിൽ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ജനപ്രതിനിധികൾ. പന്തലിൽ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നുമുള്ള ബഹുമാന്യ സ്പോൺസർമാർ, എല്ലാ മഹല്ലുകളിലെയും ഖത്തീബുമാർ, പത്രപ്രതിനിധികൾ. അങ്ങനെ ഷാമിയാന സമ്പന്നം. വേദിയിലിപ്പോൾ ആശംസാമൊഴികൾ, അനുഗ്രഹ പ്രഭാഷണങ്ങൾ. വരന്മാർക്കിത് ഇനിയുള്ള ജീവിതത്തിലേക്കുള്ള ഉപദേശകമൊഴികൾ. പന്തലിലെ വിവാഹിതരായ അതിഥികൾക്ക് സ്വയം വിലയിരുത്തലിൻ്റെ കുടുംബം. ഇതാ നിക്കാഹിൻ്റെ നിമിഷമെത്തുന്നു. വരനും ഭാര്യാപിതാവും ബന്ധുക്കളും കാർമ്മികനുമെല്ലാം ഷാമിയാനയിലെ പ്രത്യേക സജ്ജമായ ഇടങ്ങളിൽ തയ്യാറായി കഴിഞ്ഞു. എല്ലാ വർഷവും പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരുടെ കാർമ്മികത്വം WMOയുടെ ഒരു സവിശേഷതയാണ്. ജീവിതത്തിൻ്റെ ഇന്നേവരെ ചെയ്ത പ്രതിജ്ഞയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിജ്ഞയ്ക്കായി വരൻ തയ്യാറാകുന്നു. ജനസഹസ്രങ്ങൾ സാക്ഷികളാകുന്നു. ഉറച്ച ബോധ്യത്തോടെ, പ്രാർത്ഥനയോടെ വധുവിനെ ഭാര്യയായി ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇവർക്കാവട്ടെ. ഇവരുടെ കുടുംബവല്ലരിയിൽ പൂവിടുന്ന കുരുന്നുകൾ ലോകത്തിൻ്റെ വെളിച്ചമാവട്ടെ. ഇവരുടെ കുടുംബജീവിതങ്ങൾ പടച്ചവന് പ്രിയപ്പെട്ടതാവട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. റബ്ബേ, നീ തന്നെ തുണ, നീ മാത്രം തുണ. ഓരോരുത്തരുടെയും സാന്നിധ്യമാണ് വാസ്തവത്തിൽ ഇവർക്കുള്ള സമ്മാനം. സ്ത്രീധനരഹിത വിവാഹമായതിനാൽ ഓരോ വധുവിനെയും വെറുതെ ഇറക്കിവിടുകയല്ല WMO. നമ്മുടെ സംസ്കാരത്തിൻ്റെ അടയാളമായ അലങ്കാരങ്ങൾ വധുവിന് നൽകുന്നു. വധൂവരന്മാരുടെ സമ്മാനങ്ങളും മറ്റാഘോഷ ചെലവുകളും വഹിക്കാൻ WMOയെ സഹായിക്കുന്നതിൽ വലിയൊരു ഭാഗം പ്രവാസി മലയാളികളാണ്. അയൽനാട്ടിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങളിൽ വിയർത്ത് അധ്വാനിക്കുമ്പോഴും സ്വന്തം നാടിൻ്റെ നിലവിളികളെ അവഗണിക്കാൻ അവർക്കാവുന്നില്ല. കടൽ കടന്നു വന്നവരിലധികവും കടലോളം ദുഃഖമറിഞ്ഞവരാണ്. മടക്കയാത്രയ്ക്കുള്ള സമയമായി. ഓരോ മടക്കയാത്രയും തിരികെ വരാൻ വേണ്ടി തന്നെയും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ, കൃതജ്ഞതയോടെ അവർ പടിയിറങ്ങുന്നു. ഒറ്റയ്ക്ക് വന്നവർ ഒരു കുടുംബമായി മടങ്ങുന്ന കാഴ്ച. മുട്ടിലിൻ്റെ WMO അങ്കണത്തിൽ നിന്നും കൊളുത്തിയ ഈ പ്രകാശം, ഈ ആഘോഷം ഇനി വയനാടൻ ഗ്രാമാന്തരങ്ങളിലേക്ക് പടരുന്ന കാഴ്ച.